ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട വളരെ കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങളെ കുറിച്ചിട്ടാണ്. വളരെ കോമൺ ആയിട്ടുള്ള സംശയങ്ങളും അതിനുള്ള മറുപടിയും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് വന്നിട്ടുള്ള സംശയങ്ങളാണ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഓൾറെഡി നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സംശയങ്ങളെല്ലാം തന്നെ ഇവിടെ ഷെയർ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരുപാട് സംശയങ്ങളിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വെറും 10 എണ്ണം മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി സംശയങ്ങൾ അടുത്ത വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ വ്യക്തികളും ചോദിച്ചിട്ടുള്ള സംശയങ്ങളോട്ട് പോകാം. സംശയങ്ങൾ 1 by 1 ആയിട്ട് പറയാം. അതുപോലെ തന്നെ അതിന്റെ റിപ്ലൈയും 1 by 1 ആയിട്ട് പറയാം. നമ്പർ 1, എഫ്രഷ് എനർജി ഡ്രിങ്ക് ഒരു ദിവസത്തിൽ മാക്സിമം എത്ര തവണ കുടിക്കാൻ സാധിക്കുന്നതാണ്? ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി പറയുന്നത് എഫ്രഷ് എനർജി ഡ്രിങ്ക് ഒരു ദിവസത്തിൽ മാക്സിമം 3 എണ്ണം മാത്രം കുടിക്കുക. എഫ്രഷിൽ ഓൾറെഡി കഫീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചായ കാപ്പി എല്ലാം കുടിച്ച് ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ കാലറി കൂടുതൽ കയറുന്നതിന് പകരമായിട്ട് കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 എഫ്രഷിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചായ കുടിച്ചാലും കാപ്പി കുടിച്ചാലും കയറുന്ന അത്ര തന്നെ കഫീൻ നമ്മുടെ ശരീരത്തിൽ ആഡാവും ചെയ്യും. നമ്മുടെ കാലറി മാനേജ് ആവത്തില്ല. അതുകൊണ്ട് ഒരു ദിവസത്തിൽ മാക്സിമം 3 എഫ്രഷ് കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ്രഷ് മാക്സിമം 7 മണിക്ക് ശേഷം കുടിക്കാതിരിക്കുക. 7 മണിക്ക് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. എല്ലാവർക്കും തന്നെ ഇഷ്യൂ ഉണ്ടാവാറില്ല, എന്നാലും ചില ആളുകൾക്ക് ഇഷ്യൂ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് എഫ്രഷ് മാക്സിമം വൈകിട്ട് 7 മണിക്ക് ശേഷം യൂസ് ചെയ്യാതിരിക്കുക. നമ്പർ 2, അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കുമോ? ഈ ഒരു സംശയം എന്തെന്നാൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒരുപാട് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണ്, ഹൃദയം, ജോയിന്റ്സ്, സ്കിന്ന്, അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ എത്തിക്കാനും ലേഡീസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മെൻസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഓരോ കാര്യത്തിനും ഫോക്കസ് ചെയ്ത് കമ്പനി ഒരുപാട് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാതെ ഈ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം കിട്ടുമെന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഫുഡ് ഐറ്റത്തിൽ പെടുന്ന പ്രോഡക്ട്സുകളാണ്. ഒന്നും തന്നെ ഒരു മെഡിസിൻ വിഭാഗത്തിൽ പെടുന്നവയല്ല. നമ്മളൊരു ഇംഗ്ലീഷ് മെഡിസിനിലെ പെയിൻ കില്ലർ കഴിച്ച് നമുക്ക് ആ പെയിൻ ശമിക്കുന്ന പോലെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിലെ ഒരു പ്രോഡക്ട്സും വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ ബോഡി കൃത്യമായിട്ട് ക്ലീനിങ് പർപ്പസ് കഴിഞ്ഞ് കൃത്യമായിട്ട് ഡയറ്റുകളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനും കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ് ഒരു പരിധിവരെ ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ അഡ്വാൻസ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വെറുതെ ഇംഗ്ലീഷ് മെഡിസിൻ മേടിച്ച് യൂസ് ചെയ്യുന്ന പോലെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. നമ്പർ 3, വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ നൈറ്റ് ഷേക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് അടുത്തൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്? വെയിറ്റ് ലോസ് എന്നാൽ കൃത്യമായിട്ട് രാവിലെയും അതുപോലെ ഡിന്നറിന് ന്യൂട്രീഷൻ ഷേക്ക് എടുത്താൽ മാത്രമാണ് കാലറി പ്രോപ്പറായിട്ട് മാനേജ് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. ഇനി നിങ്ങളുടെ തിരക്ക് കാരണം 1-2 ദിവസം നിങ്ങൾക്ക് നൈറ്റ് ഷേക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അന്നേ ദിവസം മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം 7 to 7 കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വിശപ്പ് വലിയ കാര്യമായിട്ട് ഇല്ലെങ്കിൽ അന്നേ ദിവസം വാട്ടർ ഡയറ്റ് എടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ടർ ഡയറ്റ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം വയ്ക്കുക. ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക. ആവിയിൽ വെന്ത ഭക്ഷണമൊക്കെ ആണെങ്കിൽ നൈറ്റ് 7-7 കഴിക്കുന്നത് നല്ലതായിരിക്കും. ഡെയിലി റൊട്ടീനിലോട്ട് പോകരുത്. നിങ്ങളുടെ തിരക്കുകൾ കാരണം വല്ലപ്പോഴും ഒന്ന് മിസ്സായുള്ള കാര്യമാണ് പറയുന്നത്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഷേക്ക് എടുക്കുക, നൈറ്റ് ഡിന്നർ ആയിട്ട് ന്യൂട്രീഷൻ ഷേക്ക് കൃത്യമായിട്ട് എടുക്കുക. എന്നാൽ മാത്രമാണ് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ഈ ഒരു ഓപ്ഷൻ പറഞ്ഞത് തിരക്കുകൾ കാരണം ഒട്ടും നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഷേക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് യൂസ് ചെയ്യാവുള്ളൂ. അതല്ലാതെ ഡെയിലി റൊട്ടീനിലോട്ട് ഒരിക്കലും കൊണ്ടുവരരുത്. നമ്പർ 4, ഈവനിങ് സ്നാക്ക് ടൈമിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമോ വിശന്ന് കഴിഞ്ഞാൽ? ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. കാരണം നമ്മൾ വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ ശരീരത്തെ കാലറി കുറച്ചാൽ മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വിശപ്പ് യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കരുത്, ലൈറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റോബസ്റ്റ പോലത്തുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം, മാക്സിമം ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ പ്രോഡക്ട്സുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ഫ്രൂട്ട്സ് പോലുള്ള വസ്തുക്കൾ കഴിക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശപ്പിനെ കൺട്രോൾ ആയിട്ട് 24 ഹൈഡ്രേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്കിൻ ബൂസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെർബൽ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഒരു സ്മൂത്തി ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇടനേരങ്ങളിൽ വിശപ്പ് അനുഭവപ്പെടുമ്പോൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ നമ്മുടെ വിശപ്പിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മാക്സിമം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മാത്രമേ വിശപ്പ് ശമിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളവ കഴിക്കുക. പ്രത്യേകം പറയുന്നു, വെയിറ്റ് ലോസ് സമയത്ത് ഇത് ഡെയിലി റൊട്ടീൻ ആവരുത്. വല്ലപ്പോഴും വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യാവുള്ളൂ. നമ്പർ 5, അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തന്നെ ബേസിക് ന്യൂട്രീഷനിലായിരിക്കും വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ശരീരമെല്ലാം ഒന്ന് ക്ലീനപ്പ് ആയി വന്നതിന് ശേഷം നമുക്കൊരു 3 കിലോ അല്ലെങ്കിൽ ഒരു 5 കിലോയ്ക്ക് ശേഷം മാത്രം അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതിയാവും. ഒരിക്കലും വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ്
പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ, സെല്ലുലോസ്, സെൽ ആക്ടിവേറ്റർ, ഹെർബൽ കൺട്രോളർ. ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ്. അതുകൂടാതെ വേറെ പ്രോഡക്ട്സ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫ് നോക്കി മോണിറ്റർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ കോച്ചിന്റെ ഗൈഡൻസിൽ കൃത്യമായിട്ട് അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക. വെയിറ്റ് ലോസിന്റെ തുടക്കത്തിലെ തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് ലഭിക്കത്തില്ല. നമ്മുടെ ബോഡി എല്ലാം ക്ലീൻ ആയി വെയിറ്റ് ലോസ് ഒരു ട്രാക്കിൽ വന്നതിന് ശേഷം മാത്രം അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതിയാവും. അതല്ല നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞൊരു മെത്തേഡിൽ മാത്രമാണ് നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നമ്പർ 6, ബേസിക് ന്യൂട്രീഷൻ മാത്രം എടുത്ത് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ബേസിക് ന്യൂട്രീഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാലയളവിൽ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ്, ഫാറ്റ്, BMI ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുറഞ്ഞാൽ മാത്രമാണ് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കുറഞ്ഞ് നമ്മുടെ ബോഡി റീഷേപ്പ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് അത് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് എൻഡ് റിസൾട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 7, ആർത്തവ സമയത്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടും വെയിറ്റ് ലോസ് നടക്കുന്നില്ല. വേറെ എന്തെങ്കിലും അഡീഷണൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഈ ഒരു ഇഷ്യൂ മിക്ക ലേഡീസും പീരിയഡ്സിന്റെ ടൈമിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. പീരിയഡ്സിന്റെ സമയത്ത് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്താൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കാത്തത് ഇതൊരു നോർമൽ കണ്ടീഷനാണ്. കാരണം പീരിയഡ്സിന്റെ ടൈമിൽ ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസും ഹോർമോൺ വേരിയേഷൻസും നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതുമൂലമാണ് വെയിറ്റ് ലോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലേക്ക് നടക്കാത്തത്. ഈ ഒരു സമയത്ത് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് യാതൊരു തരത്തിലുമുള്ള അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സോ വേറെ ഏതെങ്കിലും ന്യൂട്രീഷൻ പ്രോഡക്ട്സോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ പീരിയഡ്സിന്റെ ടൈം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നതാണ്. നമ്പർ 8, മുടികൊഴിച്ചിൽ തടയാൻ പാകത്തിനുള്ള ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഏതാണ്? മുടികൊഴിച്ചിൽ തടയാനായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഇതുവരെയും ഒരു പ്രോഡക്ട്സ് തന്നെ ഫോക്കസ് ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടില്ല. നോർമലി വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് മുടികൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. ഇതൊരു നോർമൽ കണ്ടീഷനാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഡെഡ് സെൽസ് എല്ലാം പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രമാത്രം മുടിയാണ് കൊഴിഞ്ഞു പോയത് കൃത്യമായിട്ട് മുടി വീണ്ടും ഗ്രോത്ത് ആയിട്ട് വരുന്നതാണ്. മുടി ഗ്രോത്ത് ആയിട്ട് വരുമ്പോൾ ചെറിയ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുടി ഗ്രോത്ത് ആവുന്നത് നമുക്ക് വലിയ രീതിയിൽ കാണാൻ സാധിക്കാത്തത്. ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നോർമൽ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്കിൻ ബൂസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കിൻ ബൂസ്റ്റ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സ്കിൻ ബൂസ്റ്റിന്റെ അകത്ത് കൊളാജിൻ പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കൊളാജിൻ പ്രോട്ടീൻ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. സ്കിൻ ബൂസ്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്തും ഇംപ്രൂവ് ആകാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്പർ 9, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും യൂട്യൂബ് നോക്കിയുള്ള വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് സംസാരിക്കുക. കോച്ച് അതിനുവേണ്ടിയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കോച്ചിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ കോച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള വർക്കൗട്ടുകൾ പേഴ്സണലൈസ് ചെയ്ത് തരുന്നതാണ്. ഒരിക്കലും യൂട്യൂബ് നോക്കി സ്വന്തമായിട്ട് വർക്കൗട്ടുകൾ ചെയ്തിട്ട് ബാക്ക് പെയിൻ കൂട്ടി വലിയ വലിയ ഇഷ്യൂസിലോട്ട് പോകാതിരിക്കുക. ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് തരത്തിലുള്ള വർക്കൗട്ടുകൾ ഉണ്ട്. പിന്നെ ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾ നോർമൽ വ്യക്തികൾ ചെയ്യുന്ന പോലെ ഒരുപാട് ഹെവി വർക്കൗട്ടുകളോട് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക. കോച്ച് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് തരുന്നതാണ്. നമ്പർ 10, ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എങ്ങനെയാണ് വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്നത്? ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ചോദിക്കുന്ന കാര്യമാണ്. ഈ ഒരു ടോപ്പിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. നോർമലി കമ്പനി തന്നെ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് 2 ടൈപ്പ് മെമ്പർഷിപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പ്, സെക്കൻഡ് വൺ അസോസിയേറ്റ് മെമ്പർഷിപ്പ്. 2 മെമ്പർഷിപ്പും എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇത് കിട്ടുന്നത്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം. ജസ്റ്റ് അത് കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ വീഡിയോ വളരെയധികം ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ആ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ വീഡിയോ ലിങ്ക് കയറിയിട്ട് കാണുക. കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് മെമ്പർഷിപ്പാണ് വേണ്ടത് നിങ്ങളുടെ കോച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് തരാനായിട്ട് എല്ലാ സഹായവും നിങ്ങളുടെ കോച്ച് ചെയ്തു തരുന്നതാണ്. ഡിസ്കൗണ്ട് എന്ന് കേൾക്കും പ്രൊഡക്റ്റ് വെറുതെ കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കരുത്. വളരെ ചെറിയൊരു ഡിസ്കൗണ്ട് ആണ് കമ്പനി ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് മാത്രമാണ് ഡിസ്കൗണ്ട് മുന്നോട്ട് മൂവ് ആവത്തുള്ളൂ. ഇന്ന് ഇത്രമാത്രം സംശയങ്ങളാണ് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ഓൾ ഫാമിലി ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.